നമസ്കാരം. ടെക് രംഗത്തെ ആഗോള ഭീമനായ ഗൂഗിൾ ഇപ്പോൾ വംശീയ വിദ്വേഷ കേസിൽ നിന്ന് വല്ല വിധേനയും തലയൂരിയിരിക്കുകയാണ്. 2021 കമ്പനിക്കെതിരെ അവിടുത്തെ ഒരു ജീവനക്കാരിയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് നൽകിയിരുന്നത്. വെള്ളക്കാരും ഏഷ്യക്കാരും ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഒരു ശമ്പളവും ഹിസ്പിനോകളും റെഡ് ഇന്ത്യൻസും അടക്കമുള്ള മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അതേ ജോലി ചെയ്യുന്നവർക്ക് തന്നെ താഴ്ന്ന ശമ്പളവുമാണ് കമ്പനി നൽകുന്നത് എന്നായിരുന്നു പരാതി. കമ്പനിയുടെ തന്നെ ആഭ്യന്തര റിപ്പോർട്ടിൽ നിന്ന് ഒരു ഭാഗം ചോർന്ന് കിട്ടിയത് ഉപയോഗിച്ചുകൊണ്ടാണ് ജീവനക്കാരി ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചത്. ആ റിപ്പോർട്ടിൽ വളരെ വിശദമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. ഏഷ്യക്കാരും വെള്ളക്കാർക്കും ഉയർന്ന ശമ്പളവും അതുപോലെ പദവികളുമൊക്കെ തന്നെ നൽകുന്ന കാര്യത്തിൽ കമ്പനി പ്രത്യേകം താല്പര്യം കാണിച്ചപ്പോൾ അതേ ജോലി ചെയ്യുന്ന ഇത്തരത്തിലുള്ള വംശീയ വിഭാഗങ്ങളിൽപ്പെട്ട ചില ആളുകളെ അവഗണിച്ചു എന്നാണ് കേസ്. ഏതായാലും ജീവനക്കാരൻ നൽകിയ വംശീയ കേസിൽ കമ്പനി $28 മില്യൺ നൽകിയാണ് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതേസമയം പണം കൊടുത്തു എങ്കിലും കമ്പനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ അവർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തങ്ങൾ ഒരു തരത്തിലും ആരോടും വിവേചനം കാട്ടിയിരുന്നില്ല എന്നാണ് ഗൂഗിളിൻ്റെ വക്താവ് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അവിടെ നിയമനങ്ങളിലും ശമ്പളത്തിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ ഒരു തരത്തിലുമുള്ള വിവേചനം തങ്ങൾ ആരോടും കാട്ടിയിട്ടില്ല എന്നാണ് കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അന കാൻഡു എന്ന ജീവനക്കാരിയാണ് 2021 ഇവർക്കെതിരെ കാലിഫോർണിയയിലെ സാന്താ ക്ലാര കൗണ്ടി സുപ്പീരിയർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. മാത്രമല്ല, ജീവനക്കാർക്ക് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ജോലി പരിചയവും അതുപോലെ അതും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ അവരുടെ പുതിയ പദവിയിലേക്ക് എത്തുമ്പോൾ പരിഗണിക്കുന്ന രീതി ശരിയല്ല എന്നും ഈ കേസിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. ഏതായാലും ഗൂഗിളിനെതിരെ ശക്തമായ തെളിവുകൾ അണിനിരത്താൻ അന കാൻഡുവിൻ്റെ അഭിഭാഷകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. 2018 ഫെബ്രുവരി 15-നും 2024 ഡിസംബർ 31-നും ഇടയിൽ ഗൂഗിളിൽ ജോലി ചെയ്തിരുന്ന 6632 പേർക്ക് വേണ്ടിയാണ് കേസ് ഫയൽ ചെയ്യപ്പെട്ടത്. ഈ ശമ്പളത്തിലും പദവികളിലുമൊക്കെ ഉണ്ടായിരുന്ന ഈ അസമത്വം മറ്റ് ജീവനക്കാരിൽ നിന്നും മറച്ചു വയ്ക്കുന്ന കാര്യത്തിൽ കമ്പനി വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നതായിട്ടാണ് പരാതിക്കാർ ആരോപണവും ഉന്നയിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ കമ്പനിയിൽ നിന്ന് തന്നെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗൂഗിളിന് ഇത്രയും വലിയ ഒരു തുക നൽകി കേസിൽ നിന്ന് തല ഊരേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നത്. വർണ്ണവിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ജോ ബൈഡൻ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു DEI അഥവാ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും നിലവിൽ വരണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് അമേരിക്കയിലെ ഓക്കിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന വിഭാഗക്കാർ വ്യാപകമായി തന്നെ ഇക്കാര്യത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോഴാകട്ടെ അദ്ദേഹം ഇതിനെ ശക്തിയുക്തം എതിർക്കുകയും എല്ലാ സ്ഥാപനങ്ങളും ഈ പദ്ധതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഗൂഗിളും ഇപ്പോൾ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം അവരും ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. മെറ്റ ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ പ്രമുഖമായ കമ്പനികളെല്ലാം തന്നെ ഇപ്പോൾ ഈ DEI പദ്ധതിയിൽ നിന്ന് കൂടി പിന്മാറിയിരിക്കുകയാണ്. എങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. തങ്ങൾ നിരപരാധികളാണ് എന്ന് മാത്രമാണ് ഗൂഗിൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇത്രയും വലിയൊരു തുക എങ്ങനെ നൽകി എന്നുള്ളതിനെ സംബന്ധിച്ച് കമ്പനി ഇനിയും കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടുമില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള വർണ്ണവിവേചനമെല്ലാം അവസാനിപ്പിച്ചു എന്നാണ് നമ്മളെല്ലാം കരുതുന്നത് എങ്കിലും ഇത്തരത്തിലുള്ള ഈ ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ ഇപ്പോഴും ഇത് പിന്തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഗൂഗിൾ നേരിട്ട് ജോലി കൊടുത്ത ആളുകൾക്കിടയിലേക്കാണ് ഇത്തരത്തിലുള്ള വിവേചനം ഇവർ കൊണ്ടുവന്നത് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഗൂഗിൾ പലപ്പോഴും മറ്റു പല രാജ്യങ്ങളിലും അവരുടെ സബ് കോൺട്രാക്റ്റായി പല കമ്പനികളെയും ഓരോ ജോലികളെ ഏൽപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗൂഗിളിൻ്റെ തന്നെ സ്ഥാപനങ്ങൾ, സ്വന്തം സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഈ വർണ്ണവിവേചനം നടന്നത് എന്നാണ് കേസ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഇതിലിടപെട്ടതും ഒടുവിൽ ഇത്രയും വലിയൊരു തുക നഷ്ടപരിഹാരമായി നൽകാൻ ഗൂഗിൾ നിർബന്ധിതമായതും.